ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നെക്സ്റ്റ് ടിപ്സ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടന്നു കഴിഞ്ഞ കുറേ സംഭവങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി എന്നാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുന്നത്, എൻ്റെ പേര് രംഗീല. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ് ജനിച്ചത്. ട്രിവാൻഡ്രം ജില്ലയിൽ സ്റ്റാച്യു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് കേട്ടോ. വളർന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 മക്കളാണേ. എനിക്കൊരു മൂത്തൊരു ബ്രദറുണ്ട്. എനിക്ക് താഴെ 2 അനിയന്മാരുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുള്ള 4 മക്കളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ മൂത്ത ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു, ചേട്ടൻ സെപ്പറേറ്റായി, 2 പിള്ളേരുണ്ട്. അവർ അങ്ങനെ മാറി നിൽക്കുകയാണ്, ജീവിക്കുന്നു. പിന്നെ എനിക്ക് താഴെയുള്ള 2 അനിയന്മാർ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഈ ഒരു ജനറേഷനിലെ പിള്ളേരെ അറിയാമല്ലോ, ജോലിക്ക് പോകും, ചില ദിവസം ജോലിക്ക് പോകില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയിലുള്ളതാണ് അവന്മാരുന്നത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലക്ഷ്യബോധങ്ങളുള്ള ഒരു കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ. കുഞ്ഞിലേ തന്നെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം, എനിക്കൊന്ന് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക, എനിക്ക് എൻ്റെ ഓരോ പ്രതീക്ഷകളും എൻ്റെ ഓരോ ദിവസങ്ങളും എൻ്റെ ഓരോ എന്താ പറയുക ഉറക്കങ്ങളും ഉറക്കത്തിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് വരെ എനിക്കതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാരണം. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു കഷ്ടതകളും ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ജീവിക്കാൻ പഠിച്ചു, ജീവിതം പഠിച്ചു. ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല, എൻ്റെ ഒരു മോശ സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നൊക്കെ എല്ലാം ഞാൻ പഠിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പറയുകയാണല്ലോ, ഒരിക്കലും ഒരു ഡ്രീം ലൈഫ് അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ അതിലെന്തൊക്കെ കാര്യങ്ങൾ നല്ലതാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചീത്തയാണ്, എങ്ങനെയൊക്കെയാണ് തരണം ചെയ്ത് പോവുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയില്ല, ചേട്ടൻ്റെ അമ്മ മരിച്ചുപോയി. പിന്നെ ചേച്ചിയാണുള്ളത്. അവർ സെപ്പറേറ്റാണ്. ഇവിടെ ഇല്ല, അവർ പുറത്താണ്, ബഹ്റിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ. അപ്പോൾ അവർ ഫാമിലിയായിട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 ആളുള്ളത്. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും അച്ഛനും എന്തോരം നോക്കാൻ പറ്റും. അച്ഛൻ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ ചേട്ടന് ജോലിയും തിരക്കൊക്കെ ഉണ്ടായിട്ട് എന്തോരം സമയത്ത് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറ്റും. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ, അവൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ അവൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൽ അമ്മ എന്ന നിലയിൽ കുറേ പോരായ്മകളുണ്ട് എനിക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രശ്നം, ഇപ്പോൾ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഒരു അമ്മ ആയ സമയത്ത് ഞാൻ നേരിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഇത്, കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് പാല് ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെതായിട്ടുള്ള സെൽഫായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ആവശ്യങ്ങളായിക്കോട്ടെ, എൻ്റെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞ് തീർത്ത കുറേ രാത്രികളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിനെ നേരെ എനിക്ക് നോക്കാൻ പറ്റില്ല, അവനൊരു ബെറ്റർ ആയിട്ടുള്ള മദറാണോ ഞാൻ, ബെറ്റർ മമ്മാണോ ഞാൻ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് കരഞ്ഞ കുറേ നിമിഷങ്ങളുണ്ട് എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞു. ഇന്നും എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ തല്ലാറുണ്ട്, ദേഷ്യം വരുമ്പോൾ 2 അടിയും ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ കൊടുത്ത് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. കാരണം ഒരമ്മ കുഞ്ഞിനെ അടിച്ച്, അതെല്ലാം അമ്മമാർക്കുള്ളതാണ്. പക്ഷെ എന്നാലും എനിക്ക് ഓവറായിട്ട് കുറേ ഞാൻ ചിന്തിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ കുട്ടി ജനിച്ച് അങ്ങോട്ട് ഇന്ന് വരെ കുറേ അസുഖങ്ങൾ ഇങ്ങനെ മാറി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര ആൾക്കാരാണ് ഈ ബ്ലൂ ഐ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഈ കണ്ണ് തട്ട് അങ്ങനെ ഉണ്ടല്ലോ കണ്ണേറ് എന്നൊക്കെ വിശ്വസിക്കാൻ എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഏറ്റവും നടന്നൊരു സംഭവമാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതുപോലെ ഒന്നിലൊക്കെ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യുമോ അന്നത്തെ ദിവസം അവന് വയ്യാണ്ടാവും. റിയലി സത്യമായിട്ടും ഗോഡ് പ്രോമിസ് പറയണേന്. അപ്പോൾ അവന് വയ്യാണ്ടാവും. പിന്നെ അവനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അല്ലെങ്കിൽ 1 വീക്ക് അവനെ നോക്കുക. അങ്ങനെ അതാണ് എൻ്റെ അവസ്ഥ. അതിനുശേഷം ഞാൻ കുഞ്ഞിൻ്റെ വീഡിയോസ് ഇടാതായി, കുഞ്ഞിൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാതെ. അപ്പോൾ അവന് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കുഞ്ഞിന് ന്യൂമോണിയ വന്നു. ആ ന്യൂമോണിയ വന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ആ സമയത്ത് കുട്ടീനെ നോക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും പുറങ്ങാതിരുന്ന് മാറി നോക്കിയപ്പോൾ നമുക്കൊരു കൂടെ ഒരാളില്ലല്ലോ, 3ാമതൊരാളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു പോയി. കാരണം ആ സമയത്തൊക്കെയാണ് നമ്മുടെ അമ്മമാരുടെ ഒരു കെയറൊക്കെ കൂടുതൽ വേണ്ടതല്ലേ. പക്ഷേ എൻ്റെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എൻ്റെ അമ്മ ആയിട്ട് ഒരു സഹകരണമില്ല. പിന്നെ ചേട്ടൻ്റെ അമ്മയാണെങ്കിൽ മരിച്ചും പോയി. അപ്പോൾ ഞാൻ തന്നെ നോക്കണം, പിന്നെ ചേട്ടൻ നോക്കണം. ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബി പി ഉള്ള കുട്ടികളായിരുന്നു. കുഞ്ഞുനാൾ മുതലേ ലോ ബി പി ഉണ്ട്. അപ്പം നിന്ന നിൽപ്പിലൊക്കെ ഞാൻ കുഴഞ്ഞു വീഴും. അങ്ങനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് ഓടി അവിടെ ഒരു ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ശരിയാവുള്ളൂ. അപ്പം ഈ ബ്രസ്റ്റ് ഫീഡ് കൂടുന്ന സമയത്ത് ഒരുപാട് കുടിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ലോ ബി പി ആവും. പിന്നെ കുഞ്ഞിനെ നോക്കി ഇടയ്ക്കൊക്കെ ചേട്ടൻ കഷ്ടപ്പെടാം. ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇതുവരെ കടന്നുപോയി. എൻ്റെ കുഞ്ഞിനിപ്പോൾ 3 വയസ്സ് ദൈവം സഹായിച്ച് ഇൻഷാ അല്ലാഹ് 3 വയസ്സാണ്. എൻ്റെ കുഞ്ഞിന് 3 വയസ്സാവാൻ വേണ്ടി പോകുന്നു. സെപ്റ്റംബറിലാണ് 3 വയസ്സാകും. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പോൾ ചോറുണ്ണാൻ പറ്റത്തില്ല, ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല, കുളിക്കാൻ പറ്റത്തില്ല, നനയ്ക്കാൻ പറ്റത്തില്ല, വിഷമങ്ങൾ പറയാൻ പറ്റത്തില്ല, ഇരുന്ന് കരയാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു നിൽക്കുന്നുണ്ടോ ഞാൻ. പല സമയം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്, ഉറങ്ങാതിരുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ വിഷമങ്ങളെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ.
പക്ഷേ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ, നമ്മുടെ അടുത്ത് അറിയാനുള്ള ആൾക്കാരായിക്കോട്ടെ, നമ്മളുടെ ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ സ്വന്തങ്ങളായിക്കോട്ടെ, അവരൊക്കെ പറയുന്ന ഒരു വർത്തമാനങ്ങളുണ്ട്. അയ്യോ ഇതാരും, നീ മാത്രമല്ലേ പ്രസവിച്ചുള്ളൂ, നീ മാത്രമല്ലേ ലോകത്ത് ആദ്യത്തെ, നിനക്ക് മാത്രമല്ലേ കുഞ്ഞുങ്ങളുണ്ടായോ. ഇത്രയൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകുമ്പോൾ ഇതുപോലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് നിങ്ങൾക്കായാലും എന്താ തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അവരുടെ അടുത്ത് പിന്നെയും സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? നമ്മൾ അത്രയ്ക്ക് അടുത്ത് പെരുമാറുന്ന ആൾക്കാർ നമ്മളോട് സംസാരിക്കുകയാണ്, വേറൊരു അന്യയെ പോലെ സംസാരിക്കണം. നീ ആദ്യമായിട്ട് തെറ്റില്ല, നിനക്ക് ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, നീ മാത്രമേ പ്രസവിച്ചോളൂ. പിന്നെ സിസേറിയനും പിന്നെ അതുപോലെ തന്നെ നോർമൽ ഡെലിവറി. ഇന്നും ഈ അമ്മമാർക്ക്, ഈ പ്രസവിച്ച അമ്മമാർക്ക്, ഇനി പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഉള്ളൊരു ഡയലോഗാണ് കേട്ടോ. നീ അതിന് നൊന്തല്ലല്ലോ പ്രസവിച്ചത്, നൊന്ത് വെച്ചാലല്ലേ നിനക്ക് അതിനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ, നൊന്ത് പ്രസവിക്കുന്നവർക്കാണ് കുട്ടികളടുത്ത് കൂടുതൽ കെയർ എന്നൊക്കെയാണുള്ള ഒരു ബാഡ് ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നവർ എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നെ, നോർമൽ ഡെലിവറി അത് ഞാനല്ല, അത് വേദന ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അതിനും അപ്പുറം വേദനയാണ് സി സെക്ഷനുള്ള അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ എനിക്ക് സി സെക്ഷൻ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടൊന്നും ഞാനില്ല. സി സെക്ഷൻ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. എനിക്ക് നോർമൽ ഡെലിവറി മാക്സിമം നോക്കി കുഞ്ഞ് മഷി ഇറക്കിയത് കാരണമാണ് എനിക്ക് സി സെക്ഷൻ ആയത്. സി സെക്ഷൻ ആ നോർമൽ ഡെലിവറിയുടെ എന്താ പറയുക ഹൈറ്റിൽ പോയിട്ട് വേദന എല്ലാം ഞാൻ അനുഭവിച്ചതിന് ശേഷമാണ് അടുത്ത സി സെക്ഷൻ്റെ വേദന ഞാൻ അനുഭവിച്ചത്. സി സെക്ഷനിൽ ഇത്രയും വെച്ചിട്ട് ഈ ഒരു നീഡിൽ ഇറക്കിയിട്ട് പോകും, നമ്മുടെ നടുവിൽ കുത്തി ഇറക്കും. ആ ഒരു സഡേഷൻ തന്നതിന് ശേഷം നമ്മളൊന്നും എന്താ സിസേറിയൻ കഴിഞ്ഞ സമയം വരെ 5-10 മിനിറ്റ്സ് നമ്മളൊന്നും അറിയില്ല. അതൊക്കെ ഓക്കെയാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ പോകുന്ന ഒരു വേദന, നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിനുണ്ട് ഗായ്സ്, അത് ആരുടെ അടുത്തും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് പീക്ക് ലെവലാണ് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഉള്ള പെയിൻ എന്ന് വെച്ചാൽ അതിനും ഹൈ ആയിട്ടാണ്. നമുക്ക് പക്ഷെ നടക്കാൻ പറ്റില്ല, യൂറിനിൽ ഇട്ടിട്ടുണ്ടാവും. അതിനുശേഷം പി വി ചെയ്യും. ആ സമയത്ത് നമുക്ക് പി വി ചെയ്യും. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ പെയിൻ, അത് സഡേഷനൊക്കെ ഇറങ്ങിയതിന് ശേഷമുള്ള പി വി ചെയ്യലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ആ ആ സമയം നമ്മൾ വേദന അനുഭവിക്കും. കുട്ടിക്ക് അടുത്ത് വരുന്ന നമ്മുടെ ആൾക്കാർ എന്താ പറയുക, പാലുണ്ടായിരിക്കില്ല ആ സമയത്ത് അമ്മമാർക്കൊക്കെ. ആ സമയത്ത് ആ കുട്ടിക്ക് ഹോർമോൺ മിൽക്ക് കൊടുക്കുമ്പോഴോ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ, പാലില്ലാത്ത വിഷമം വേറൊരു സൈഡിൽ. അപ്പോൾ ഇതെല്ലാം ഒരു അമ്മ അവിടെ നിന്ന് അനുഭവിക്കുകയാണ്. ആ കുഞ്ഞിനെ എണീറ്റ് നിൽക്കാനോ ഇരിക്കാനോ ഒരാളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഒന്നിനും കഴിയാത്ത ഒരു മാനസികാവസ്ഥ ആയിട്ട് പറഞ്ഞ് മനസ്സിലാവില്ല. ഒരമ്മ സ്വന്തം അമ്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ടൈമാണ്. അതൊക്കെ അനുഭവിച്ച് ഇതുവരെ എത്തിയതിന് ശേഷം ഓരോരുത്തരുടെ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ആ കുട്ടികളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഒരമ്മയും താങ്ങില്ല, ഒരാളും താങ്ങില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളോട് പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ആരും ആയിക്കോട്ടെ, പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അനുഭവം ഗൈസ്? നിങ്ങൾ ഒന്ന് കമൻറ്റ് ബിലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തേണ്ട മെയിൻ കാരണമുണ്ട്. കുറേ ഇങ്ങനെ എൻ്റെ പാപ്പ മരിച്ചു പോയതിന് ശേഷം, എൻ്റെ പാപ്പാനെ വിളിക്കും, പപ്പാനെ വിളിക്കും, മരിച്ചു പോയതിന് ശേഷം ഒരച്ഛൻ ഇല്ലാതെ വളർന്നതിൻ്റെ ഒരുപാട് കാഴ്ചകൾ എൻ്റെ ലൈഫിലുണ്ട്. ഈ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എല്ലാവരും ഇതുപോലെ അച്ഛനെ കൊണ്ടുവരുമ്പോഴും അതിനുശേഷം അച്ഛൻ്റെ കൈപിടിച്ച് പോകുന്നവരെ മക്കളെ കാണുമ്പോഴൊക്കെ എനിക്ക് നല്ല സങ്കടമാണ്. അച്ഛനില്ലാത്ത ഒരു കുറവ് ഇപ്പം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 9 വർഷങ്ങളായിട്ട് എൻ്റെ ഫാദർ പോയിട്ട് 9 വർഷമായി. 9 വർഷങ്ങളായിട്ട് എനിക്ക് ആ വേദന ഒന്നും മാറിയിട്ടില്ല. അങ്ങനെ ഒരു അച്ഛനില്ലാതെ ഇങ്ങനെ വളർന്ന സമയത്ത് വീട്ടിലെ കുറേ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് ജോലിയും ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് എനിക്കൊരു താങ്ങായിട്ട് വന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആയിഷേട്ടൻ. ഞങ്ങൾ തമ്മിൽ ഒരു 5-6 വർഷത്തിൽ 2019 നമ്മൾ ആണ് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. മെസ്സേജ് അയക്കലുണ്ട്, അങ്ങനെ ഒരു മെസ്സേജ് അയച്ചൊക്കെ ഒരു പരിചയമുള്ള ഒരു ഫ്രണ്ടായിരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുക ലവ് ആയി, നമ്മൾ പ്രണയിച്ചു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ എല്ലാ കാര്യവും അറിഞ്ഞിട്ടാണ് ആൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തത് ലൈഫിലോട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബഹറിനാണ് കാണുന്നത്. അവിടെയാണ് ഞാൻ ജോലി ചെയ്തത്, ചേട്ടൻ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾ എന്താക്കി, കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലി ഞാൻ റിസൈൻ ചെയ്തു, ചേട്ടൻ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് 1 വർഷത്തോളം 1.5 വർഷത്തോളം വന്നതിന് ശേഷമാണ് നമ്മൾ കല്യാണമാണത്. കല്യാണമായി ഞങ്ങൾ എന്നെയും കൊണ്ടുവരാൻ ചെയ്തത്. അപ്പോൾ എൻ്റെ അച്ഛൻ പോയ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഒരു കെയർ എനിക്ക് അതിന് ശേഷം കിട്ടിയ ആളുടെ അടുത്ത് നിന്നാണ്. എല്ലാ രീതിയിലും എനിക്ക് കിട്ടിയത് ആളുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ ഫ്രണ്ടിനെ പോലെ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ എല്ലാം ആണ്. എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ തുറന്ന് കുത്തിക്കറിയണത് അദ്ദേഹത്തിൻ്റെ മുന്നിലാണ്. അതൊക്കെ ഒരു പീസാണ് എനിക്ക് എൻ്റെ ആളെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലൈഫിൽ എത്തിപ്പെട്ടത് എൻ്റെ ദൈവത്തിൻ്റെ, ഞാൻ ചെയ്ത നല്ല കാര്യത്തിൻ്റെയും ദൈവം തന്ന ഒരു ഗിഫ്റ്റുമാണ് എനിക്ക് എൻ്റെ ചേട്ടൻ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തു വെച്ച കർമ്മം എന്നാണ്. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണല്ലോ എനിക്ക് കിട്ടുന്ന ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത നല്ല കർമ്മങ്ങളുള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു ലൈഫും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വിഷയത്തായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരെയും കണ്ടിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ സി സെക്ഷൻ മാത്രമല്ല, ചെറിയ വേദനയില്ല, നോർമൽ ഡെലിവറിയും ചെറിയ വേദനയില്ല. രണ്ട് വേദനയും സഹിച്ച് കുട്ടിയെ പ്രസവിക്കുന്നത് തന്നെയാണ് ഒരു അമ്മ. അത് എല്ലാം അറിഞ്ഞ് തന്നെയാണ് അമ്മ പ്രസവിക്കുന്നത്. ഈ രണ്ടും കമ്പയർ ചെയ്തത് ആദ്യം നിങ്ങൾ വിടുക ഗൈസ്. ഈ കമ്പാരിസൺ വിടും. രണ്ടും പീക്ക് പെയിൻ തന്നെയാണ്. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനത്തെയൊക്കെ വർത്തമാനം പറഞ്ഞ് നിങ്ങൾ ഒരു ആൾക്കാരെ ഹേർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ആൾക്കാർക്ക് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം വേദന അവരനുഭവിക്കുന്നു എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാണ് സംസാരിക്കുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ.